ഇന്ന് നമുക്ക് ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അതിനൊരു ഭക്ഷണ ക്രമീകരണം വഴി നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. പ്രധാനമായിട്ടും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഹോട്ട് ഫ്ലാഷസ്, അതായത് ശരീരത്തിൽ പെട്ടെന്നൊരു ചൂട് വരിക, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിയർപ്പ് അതിൻ്റെ കൂടെ ഉണ്ടാവുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിതാസ് വെൽനസ്, മുട്ടത്തറ, ട്രിവാൻഡ്രം. ഇന്ന് നമുക്ക് ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അതിനൊരു ഭക്ഷണ ക്രമീകരണം വഴി നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. പ്രധാനമായിട്ടും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഹോട്ട് ഫ്ലാഷസ്, അതായത് ശരീരത്തിൽ പെട്ടെന്നൊരു ചൂട് വരിക, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിയർപ്പ് അതിൻ്റെ കൂടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ്, ദേഷ്യം, ആൻസൈറ്റി, മൂഡ് സ്വിങ്സ് മാറി മാറി വരിക, ഡ്രൈ സ്കിന്ന് വരിക, മുടി കൊഴിച്ചിൽ അമിതമായിട്ട് വരിക, ടയേർഡ്നെസ്, എപ്പോഴും കിടക്കണം എന്നുള്ള തോന്നൽ വരിക. അതുപോലെ തന്നെ നമുക്ക് വാതരോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, മുട്ടുവേദന, ജോയിൻസിനൊക്കെ അസഹനീയമായ വേദന ഉണ്ടാവുന്ന അവസ്ഥ. ഇത്തരം പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും ഈ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒരു ഭക്ഷണ ക്രമീകരണത്തിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാം, ഒരു ഡയറ്റ് ചാർട്ടിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ആദ്യത്തേത് ഒരു ഫൈറ്റോ ഈസ്ട്രോജൻ ഭക്ഷണമാണ്, അതായത് ഫൈറ്റോ ഈസ്ട്രോജൻ ഫുഡ് എന്ന് പറയും. അതിൽ വരുന്നത് രണ്ട് തരത്തിൽ നമുക്ക് ഇതിനകത്ത് ഈസ്ട്രോജൻ വരുന്നുണ്ട്, അതായത് ഫൈറ്റോ ഈസ്ട്രോജൻ ആൻഡ് സീനോ ഈസ്ട്രോജൻ. ഇതിൽ നമുക്ക് ആവശ്യം ഈ ഫൈറ്റോ ഈസ്ട്രോജൻ ആണ്. കാരണം ഇത് നല്ല രീതിക്ക് നമുക്കൊരു ഈസ്ട്രോജൻ നമുക്ക് ശരീരത്തിൽ കിട്ടുകയും ഇതുമൂലം നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ജോയിൻറ്റ് പെയിൻസ് കുറയ്ക്കുകയും ഹോട്ട് ഫ്ലാഷസ് ഒക്കെ കുറയ്ക്കാനും സാധിക്കും. അത് മാത്രമല്ല, ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ടെൻഡൻസീനെ കുറയ്ക്കുകയും ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ ഫൈറ്റോ ഈസ്ട്രോജൻ ഫുഡ്, ഏതൊക്കെ ഭക്ഷണത്തിലൂടെ നമുക്കിത് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് പറയാം. ഇത് നമുക്ക് വേണമെങ്കിൽ വറുത്ത് പൊടിച്ചത് ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തേങ്ങാപ്പാലിലൊക്കെ മിക്സ് ചെയ്തൊരു ഷേക്ക് രൂപത്തിലാണെങ്കിൽ അങ്ങനെ കുടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനുള്ളത് 1 സ്പൂൺ എള്ള്, 1 സ്പൂൺ ഉലുവ, ഫ്ലാക്സ് സീഡ് ആൻഡ് പംകിൻ സീഡ്. ഇതെല്ലാം നമുക്ക് ഓരോ സ്പൂൺ വീതമാണ് ഡെയിലി ആവശ്യമുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒന്നിച്ച് 100 ഗ്രാം വീതം വറുത്ത് പൊടിച്ച് കുപ്പിയിൽ സൂക്ഷിച്ചിട്ട് ഓരോ ദിവസം ഓരോ സ്പൂൺ വീതം എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്കിത് 1 സ്പൂൺ രാത്രിയിൽ ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക. അടുത്ത ദിവസം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിൽ കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് ഏലക്കൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസോ ഒരു ഷേക്ക് പോലെയൊക്കെ നമുക്ക് കുടിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഫൈറ്റോ ഈസ്ട്രോജൻ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 രീതിയിലുണ്ട്. ഒന്ന് സീനോ ഈസ്ട്രോജൻ ആണെന്നുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള ഒരു തരം ഈസ്ട്രോജൻ ആണ്. ഇത് നമുക്ക് ശരീരത്തിന് യൂട്രൈൻ ഫൈബ്രോയിഡ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുകയും നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ ശരീരത്തിൽ കൂട്ടുകയും ചെയ്യുന്നു. അത് കാരണം നമ്മൾ ഒരു കാരണവശാലും ഈ സീനോ ഈസ്ട്രോജൻ എടുക്കാണ്ടിരിക്കുക. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് ചിലതരം ബോഡി ക്രീംസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ ചില പെർഫ്യൂംസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ചിലതരം പ്ലാസ്റ്റിക്കിലൊക്കെ സീനോ ഈസ്ട്രോജൻ കൂടിയ അളവിൽ ഉണ്ട്. അപ്പോൾ ഇത്തരം ക്രീംസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴോ പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴും പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ ക്വാളിറ്റി നോക്കി അതിന് എന്തൊക്കെയാണ് കണ്ടൻസ് വരുന്നതെന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണമാണ്. അതായത് നമ്മുടെ നീർക്കെട്ട് കുറയ്ക്കാനും നമ്മുടെ ജോയിൻറ്റ് പെയിൻസ്, സ്വെല്ലിങ്സ്, വേദനകൾ കുറയ്ക്കാനൊക്കെ ആയിട്ടാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണം ഒരു 45 വയസ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കഴിച്ചു തുടങ്ങണം എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് omega-3 ആണ്. omega-3 ഫാറ്റി ആസിഡാണ്. ഇത് നമുക്ക് ഒത്തിരി മീനുകൾ കഴിച്ചാൽ നമുക്ക് കിട്ടും. അതിൽ പ്രധാനമായിട്ടും അയല, മത്തി, അതുപോലെ തന്നെ കാര പോലുള്ള ചെറിയ മീനുകൾ, നെയ്യോട് കൂടിയ മീനുകൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ് ഫോമിൽ നമുക്ക് omega-3 ക്യാപ്സ്യൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. അത് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് നമുക്കൊരു 1000 mg പെർ ഡേ നമ്മൾ കഴിക്കണം. ഒരെണ്ണം വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു സ്പൂണ് വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ ഡെയിലി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ നമ്മൾ വെജിറ്റബിൾ സാലഡ് എടുക്കുകയാണെങ്കിൽ അതിലൊന്ന് തൂകിയിട്ട് കഴിച്ചാലും മതി. അല്ലെങ്കിൽ നമുക്കല്ലാണ്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഏത് രീതിയിലായാലും നമുക്ക് 1 സ്പൂൺ നമ്മൾ കഴിക്കുന്നത് അത് വളരെയധികം ഗുണം ചെയ്യും ശരീരത്തിന്. അതുപോലെ തന്നെയാണ് ഈ പൊമിഗ്രാനൈറ്റ്, ചുമന്ന പൊമിഗ്രാനൈറ്റ്, പപ്പായ, പൈനാപ്പിൾ പോലുള്ള പഴങ്ങൾ കഴിക്കുന്നതും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഇതിൽ വളരെ കൂടുതലാണ്. നല്ല രീതിക്ക് നമുക്ക് ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കൂടുതലായിട്ടും ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ പറയാനുള്ളത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് അഡോപ്റ്റോജനിക് ഹെബാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ഈ ഒരു സമയത്താണ് കൂടുതലായിട്ട് മൂഡ് സ്വിങ്സ്, സ്ട്രെസ്സ്, ആൻസൈറ്റി ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നത്.
ഉറക്ക പ്രശ്നങ്ങൾ അധികമായിട്ട് വരുന്നത് സ്ത്രീകൾക്ക്. അപ്പോൾ ഇത് നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് അഡോപ്റ്റോജനിക് ഹെർബ് എന്നുള്ള രീതിയിൽ നമുക്ക് അശ്വഗന്ധ കഴിക്കാവുന്നതാണ്. അശ്വഗന്ധ ഇപ്പോൾ ടാബ്ലറ്റ് ഫോമിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പൗഡർ ഫോമിൽ അവൈലബിൾ ആണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഒരു നിശ്ചിത അളവിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോടെ നമുക്ക് അശ്വഗന്ധ കഴിക്കാവുന്നതാണ്. ഇത് നമ്മളുടെ ബ്രെയിനിൽ ബയോകെമിക്കൽ റിയാക്ഷൻസിനെ കറക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ബ്രെയിനിനെ ഒന്ന് കാം ഡൗൺ ചെയ്യും. സ്ലീപ്പ് ഹോർമോണിൻ്റെ പേര് മെലറ്റോണിൻ എന്ന് പറയും. അങ്ങനത്തെ ഒരു സ്ലീപ്പ് ഹോർമോൺ ഉണ്ട്. അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും അതിനെ ഒന്ന് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഈ ഒരു അശ്വഗന്ധയ്ക്ക് കഴിവുണ്ട്. അപ്പോൾ ഈ ഒരു ഹെർബ് നിങ്ങൾക്ക് സേഫായിട്ട് കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് വെച്ചാൽ ഹെൽത്തി ഫാറ്റ്സ് ആണ്. അതായത് ഹെൽത്തി ഫാറ്റ്സിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും കൊളസ്ട്രോൾ വരുമെന്ന് പേടിച്ചിട്ട് നെയ്യ്, അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ, തേങ്ങ, അതൊക്കെ വളരെയധികം കുറയ്ക്കുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഈ ഹെൽത്തി ഫാറ്റ്സ് നിങ്ങൾ എടുക്കാണ്ടിരിക്കരുത്. കാരണം നമ്മളുടെ കൊളസ്ട്രോളിൽ നിന്നാണ് ഈ ഒരു നമ്മൾ കഴിക്കുന്ന കൊളസ്ട്രോളിൽ നിന്നിട്ടാണ് നമുക്ക് ഈ ഹോർമോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ കൊളസ്ട്രോൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുക. അതായത് തേങ്ങ ചിരകിയിട്ടത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി അങ്ങ് വറുത്ത് എടുക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പച്ചയ്ക്ക് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മൾ ലാസ്റ്റ് ഒന്ന് തേങ്ങ ഒന്ന് ചിക്കിയെടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതൊരു നല്ല ഹെൽത്തി ഫാറ്റാണ്. അത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പച്ചക്കറികളും ധാരാളം പച്ചക്കറികൾ നമ്മളതിലൂടെ ആഡ് ചെയ്യേണ്ടി വരും. അത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഒത്തിരി ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ സീഡുകൾ ധാരാളമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇതാണ് ഹെൽത്തി ഫാറ്റ്സ് പറയുന്നത്. അപ്പോൾ നെയ്യൊക്കെ നമ്മൾ 1 സ്പൂൺ കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. 1 ടീസ്പൂൺ നമുക്ക് വളരെ സേഫായിട്ട് കഴിക്കാം. ഒന്ന് മെൽറ്റ് ചെയ്ത് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഹോർമോൺ സെക്രീഷൻ, ഈ കൊളസ്ട്രോൾ എന്ന് കിട്ടത്തുള്ളൂ. അടുത്തായിട്ട് പറയുന്നത് സോലിബിൾ ഫൈബർ ആണ്. സോലിബിൾ ഫൈബർ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ചിക്ക് പീസ്, അതായത് വെള്ളക്കടല, അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം കഴിക്കുന്നതൊക്കെ നല്ല രീതിക്ക് സോലിബിൾ ഫൈബർ കിട്ടും. എന്തിനാണ് ഈ സോലിബിൾ ഫൈബർ കഴിക്കാൻ പറയുന്നത് വെച്ചാൽ, നമുക്കറിയാമല്ലോ നമ്മുടെ ഹോർമോൺസിൻ്റെയൊക്കെ പ്രവർത്തനം കഴിഞ്ഞിട്ട് അത് നമ്മളുടെ മോഷനിലൂടെയാണ് പുറത്തു പോകാനുള്ളത്. അപ്പോൾ ഈ മോഷൻസ് നമ്മുടെ വൻകുടലിൽ കിടന്നിട്ട് അത് നമുക്ക് കറക്റ്റായിട്ട് മോഷൻ പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മോഷൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, റീ അബ്സോർബ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഒരു മെറ്റബോളിസം ഒക്കെ കഴിഞ്ഞ് പുറത്ത് പോകാൻ കിടക്കുന്ന ഈ ഹോർമോൺസ്, അതായത് വേസ്റ്റ്, ഈ വേസ്റ്റിൽ നിന്ന് ഈ ഒരു ടോക്സിൻസ്, അതപ്പോൾ നമ്മൾ മെറ്റബോളിസം ഒക്കെ കഴിഞ്ഞു പോകുന്നത് ഒരു വേസ്റ്റ് പ്രോഡക്ട്സ് ആണല്ലോ. അപ്പോൾ ഈ വേസ്റ്റിൽ നിന്നുള്ള ഹോർമോൺസ് വീണ്ടും റീ അബ്സോർബ് ചെയ്യും. അതൊരു തരം വിഷമാണ് നമ്മളുടെ ശരീരത്തിന്. അത് വളരെയധികം ദോഷം ചെയ്യും. ഇൻഫ്ലമേഷൻസ് കൂട്ടാനും ഫൈബ്രോയിഡ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഗട്ട് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ എലിമിനേഷൻ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് സോലിബിൾ ഫൈബേഴ്സ് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിക്ക് പീസ്, സോക്ക് ചെയ്ത നട്ട്സ് തലേദിവസം സോക്ക് ചെയ്ത് അടുത്ത ദിവസം കഴിക്കുന്നത്, അതുപോലെ തന്നെ ഒത്തിരി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് മുരിങ്ങയില, പാലക്ക്, അതുപോലെ തന്നെ ചീര ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡയറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊരു കണ്ടിന്യൂസ് ഒരു 3 months കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഹോട്ട് ഫ്ലാഷസ് ഒക്കെ ഒന്ന് കുറയും. അതുപോലെ തന്നെ ഉറക്ക പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈസ്ട്രോജൻ സപ്ലിമെൻറ്റ്സുകൾ കഴിക്കുന്നത് ഈ ബോഡി ഹീറ്റിനെയൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രോട്ടീൻസ് കൂടെ നിങ്ങൾ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് പ്ലാന്റ് പ്രോട്ടീനും അനിമൽ പ്രോട്ടീൻസും, അതായത് ചിക്കൻ, മീൻ, മുട്ടയൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നട്ട്സ്, സീഡ്സും ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നമുക്ക് കുറച്ച് കുറയ്ക്കാനായിട്ടുള്ള സാധിക്കുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എക്സസൈസ് നിർബന്ധമാണ്. ഒരു 1 hour നിങ്ങൾ എന്തായാലും എക്സസൈസ് ചെയ്യണം. അതിപ്പോൾ വേഗത്തിലുള്ള നടത്തം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജിം വർക്കൗട്ട് ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ലൂസറിങ് എക്സസൈസ് ആണെങ്കിൽ അതായാലും മതിയാവും. എങ്ങനെയെങ്കിലും നമ്മളുടെ മസിൽസിനെ നമ്മളൊന്ന് സ്ട്രെങ്ത് ചെയ്ത് എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെനോപോസ് കിടക്കുമ്പോൾ സ്ത്രീകൾക്ക് മസിൽസ് ഒക്കെ പോയിട്ട് അത് ഫ്ലാബി ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. പറ്റുന്ന രീതിയിൽ ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പം വേറൊന്നും വേണ്ട, ഒരു 1 kg ഡംബിൾസ് എടുക്കുകയോ ബോട്ടിലിൽ വെള്ളം നിറച്ചെടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസിൽസ് ഒക്കെ നന്നായിട്ട് സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മുതൽ 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. എനിക്കറിയാം ഈ മെനോപോസിനടുപ്പിച്ച് സ്ത്രീകൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, ഉറക്കത്തിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പലരും വന്ന് പറയാറുണ്ട് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ജീവിതശൈലി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ആ ഒരു അഡോപ്റ്റോജനിക് ഹെർബ്സ് ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ സേഫായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കിനെ കുറിച്ച് ഞാൻ പറയാം. അബ്ഡോമൻ പാക്ക് എന്ന് നമ്മൾ പറയും അതിന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുക. നമ്മൾ
സാധാരണ തണുത്ത വെള്ളത്തിൽ, ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല, സാധാരണ തണുത്ത വെള്ളത്തിൽ ഒരു കട്ടിയുള്ള ടവൽ നന്നായിട്ടൊന്ന് മുക്കി ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മുടെ വയറിന് ചുറ്റും, അബ്ഡോമിന് ചുറ്റും ഒന്ന് നമ്മൾ ചുറ്റിക്കെട്ടി വയ്ക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഡ്രൈ ക്ലോത്ത് എടുത്ത് അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ ചുറ്റണം. കാരണം നമുക്ക് ഈ ഒരു കോൾഡ് എഫക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രൈ ക്ലോത്ത് ഒന്നുകൂടെ ചുറ്റാൻ പറയുന്നത്. എന്നിട്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക. ഒരു 20 മുതൽ അരമണിക്കൂർ കഴിയുന്നത് വരെ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് മെല്ലെ അഴിച്ച് മാറ്റാവുന്നതാണ്. ഇത് അബ്ഡോമൽ പാക്കാണ്. ഇത് നമുക്ക് ആ ഒരു ഹോട്ട് ഫ്ലാഷസ് അല്ലെങ്കിൽ നമുക്ക് ബോഡി ഹീറ്റ്, ഒത്തിരി വേർപ്പ്, അതൊക്കെ നമുക്കൊന്ന് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.